മക്കളെ എന്താല്ലേ മഴയത്ത് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. ഇപ്പൊ ഞാനുള്ളതേ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ചമ്രവട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാവക്കാട് റൂട്ടിൽ പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പെട്ടു. ഒരു 2-3 സ്ഥലത്ത് ഒരു മുട്ടം ബ്ലോക്ക്, ഒരു 1.5 മണിക്കൂർ അവിടെ പോയി കിട്ടി. ഒരു മരം വീണിട്ടൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് ചാവക്കാട് ഹൈവേ, നമ്മുടെ NH കൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം 2-3 പാലം കഴിഞ്ഞാൽ തന്നെ ചാവക്കാട് എത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അങ്ങനെ കറങ്ങിടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത് കൂടെ കയറിയത്. നമുക്ക് മഴയത്ത് ഉള്ള വ്യൂസ് ഒന്ന് കണ്ടാലോ? ഓക്കെ, ഞാൻ 1-2 മഴ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതും കൂടെ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അറിയോ സൂപ്പർ മഴ കേട്ടോ. ഒരു രക്ഷയുണ്ടായിട്ടില്ല. 2-3 ദിവസമായിട്ട് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഇതാണ്. എന്ത് രസമാണൊക്കെ റോഡൊക്കെ കാണാൻ. മക്കള് പറഞ്ഞാൽ പോരാ, കത്തിച്ചിപ്പണത്. ശരിക്കും അതിനെ ഓവർ സ്പീഡിൽ പോകാൻ താല്പര്യമില്ലാണ്ടല്ല, പക്ഷെ വേണ്ട, മഴയാണ്, ശ്രദ്ധക്കുറവ്. ഒരു ചെറുത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ നമ്മുടെ ലെവൽ തെറ്റും. അതുകൊണ്ടേ ഇത് വേണ്ടാന്ന് വെച്ചു. ഓക്കേ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇനി അങ്ങോട്ട് പോട്ടെ കേട്ടോ. അല്ലേ, നമ്മുടെ ഇതൊരു രസമുള്ളൊരു അനുഭവമാണ്. ഇങ്ങനത്തെ റോഡിൽ കൂടി മഴയത്ത് ഇങ്ങനെ ഒരു ഇതില്ലാതെ വൈപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ പോകാന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മഴയത്ത് സൈക്കിൾ വിട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സൈക്കിൾ വിട്ട്, അതുപോലെ തന്നെ ബൈക്കിനാണെങ്കിൽ കോട്ട് ഇട്ടിട്ട് പോകാൻ ചിലതൊക്കെ നല്ല രസമുള്ളായിരുന്നു. എൻ്റെ ബൈക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണിമുടക്കിലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബൈക്ക് എന്തെറ്റി നിങ്ങൾ കാറിൽ മാത്രമുള്ളപ്പോൾ യാത്ര ചെയ്യണേന്ന്. പക്ഷെ അതുകൊണ്ടൊന്നല്ല, ബൈക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതേ പൊന്നാനി കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല. പൊന്നാനി പാലത്തിൻ്റെ മുകളിൽ എത്തി കേട്ടോ. പാലം ഇപ്പോൾ KSRTC ആയതുപോലും അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഇത് ഹൈവേ കൂടി പോകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ എത്രത്തോളം കയറാൻ നോക്കിയാലും ആ റോഡിലേക്കൊന്ന് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് ഹൈവേക്ക് തന്നെ കട്ടിങ് വളരെ കുറവാണ്. ഇപ്പോൾ KSRTC ഒക്കെ ഇതിൽ പോകണതുകൊണ്ട് ആയിരിക്കാം സൈഡിൽ ഒരു കട്ടിങ് ആണ് ഇടയ്ക്ക്, ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഒരു കട്ടിങ് ഇട്ടിരിക്കണത്. അപ്പോൾ ഹൈവേയിലൊക്കെ കയറുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കട്ടിങ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ കട്ടിങ് കിട്ടുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ ഒക്കെ ഓടിയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വ്യത്യാസത്തിലൊക്കെയാണ് ഓരോ കട്ടിങ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസം കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്ലീസ്. ഓക്കെ, ഇതിൽ ശരിക്ക് നമുക്ക് ബൈക്കിന് ഒന്നും അലൗഡ് ഇല്ലാത്തതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ചിലപ്പോൾ ടോളൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ളതൊന്നും ഇതിലും കൂടെ പ്രവേശനം ഇല്ലാത്തതാണ്. അതൊക്കെ അവർ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഫൈൻ ഉണ്ട് തോന്നുന്നവർക്ക്. ബൈക്കുകളൊന്നും ഇത് കൂടെ ശരിക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ റൂൾസൊന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ, റോഡ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ശരിക്കും ഇപ്പോഴും. ഇപ്പം ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ നീളത്തിൽ പണി കഴിഞ്ഞ് 2-3 പാലത്തിൻ്റെ ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളൊന്നും നമുക്കങ്ങനെ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഇതിൽ കാറുകൾ, അതുപോലെ തന്നെ ലോറി, ബസ് അങ്ങനെയുള്ളത് മാത്രമേ ശരിക്കും ഇതിൽ അലൗഡ് ഉള്ളൂ. ബാക്കിയൊന്നും നമുക്കങ്ങനെ അലൗഡ്. വെളിയങ്കോട് എന്ന സ്ഥലം എത്തിയിട്ട് ഇപ്പം ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, അത് കണ്ടോണ്ടാണ് വെളിയങ്കോടായത് മനസ്സിലായത്. ഇപ്പോൾ പൊന്നാനിയൊക്കെ കഴിഞ്ഞ് വെളിയങ്കോട് കഴിഞ്ഞു. അപ്പം നമ്മൾ അത്രയും സ്പീഡിൽ അത്രയും ഇതിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു മൂവിങ് ആണ്. ഇതിന്റെ മുമ്പിൽ പോവാന്ന് പറയുന്നത് രസമുള്ളൊരു സംഭവമാണ്.
ഇവിടെ വരെയാണ് നമ്മുടെ ഇതിന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ്. പിന്നെ ഇനി ഇടയിലൊക്കെ റോഡുകൾ ഇങ്ങനത്തെ റോഡുകളാണ് കേട്ടോ. കാരണം കുറേയൊക്കെ പണികൾ കഴിയാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് ബ്രിഡ്ജാന്ന് തോന്നുന്നുണ്ട്. ഈ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നും കൂടെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. കണ്ടോ, ഇതിന് പണി നടക്കുന്നേ ഉള്ളൂ, കണ്ടില്ലേ? അപ്പൊ പണി കൂടെ കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ ഇതായി പോകാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് അതിനനുസരിച്ച് കുറേശ്ശെ റോഡുകൾ പണി കഴിയാത്തതുണ്ട്, കുറേശ്ശെ റോഡുകൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എല്ലാം അതിന് ഭംഗിയിട്ട് നടക്കട്ടെ. അന്നത്തെ മാതിരി മലപ്പുറത്തുണ്ടായ പോലെ അപകടങ്ങളൊന്നും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആവട്ടെ, നല്ല രീതിയിൽ റോഡ് പണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബൈ.